വിദേശ രാജ്യത്തേക്ക് ഒരു മകൻ വിമാനം കയറിയാൽ നമ്മുടെ ജീവിത ശൈലി അപ്പാടെ മാറുകയാണ്. നമ്മുടെ ഭർത്താവ് വിദേശത്തേക്ക് വിമാനം കയറിയാൽ നമ്മുടെ ജീവിത ശൈലി അപ്പാടെ മാറുകയാണ്. നമ്മുടെ വാപ്പ വിദേശത്തേക്ക് വിമാനം കയറിയാൽ നമ്മുടെ ജീവിത ശൈലി അപ്പാടെ മാറുകയാണ്. നാം നടന്നു പോയിരുന്നിടത്തേക്ക് ഒരാൾ വിമാനം കയറിയാൽ, വാപ്പയായാലും ഭർത്താവായാലും മകനായാലും വിമാനം കയറിയാൽ നാം നടന്നു പോയിടത്തേക്ക് ബസ്സിൽ പോകാൻ തുടങ്ങും. നാം ബസ്സിൽ പോകുന്നിടത്തേക്ക് ഓട്ടോ പിടിക്കാൻ തുടങ്ങും. ഓട്ടോറിക്ഷ പിടിച്ച് പോകുന്നിടത്തേക്ക് നാം കാറ് പിടിച്ചു പോകാൻ തുടങ്ങും. 200 രൂപയുടെ വസ്ത്രം എടുത്തിരുന്ന നമ്മൾ 500-ന്റെയും 600-ന്റെയും 1000-ന്റെയും 2000-ന്റെയും വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങും. നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും കല്യാണം വരുമ്പോ 500 കൊടുക്കുന്നിടത്ത് 5000 കൊടുക്കണം എന്ന ചിന്ത നമ്മെ പിടികൂടാൻ തുടങ്ങും. 5000 കൊടുക്കേണ്ട ഇടത്ത് 25,000 കൊടുക്കണം എന്ന ചിന്ത നമുക്ക് വരും. ഇതിന്റെ എല്ലാം അടിത്തറ നമ്മൾ ഗൾഫുകാരാണ് എന്നതാണ്. എല്ലാവരുടെയും നോട്ടത്തിൽ നമ്മൾ ഗൾഫുകാരാ. മകൻ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, ബാപ്പ ഗൾഫിലാണ്. എല്ലാ നാട്ടു മാമൂലുകളുടെയും പുതിയ മോഡൽ, പുതിയ അന്തരീക്ഷം, പുതിയ അവസ്ഥ അന്ന് ആരംഭിക്കും. വിമാനം കയറിയ അന്ന് ഈ ഗൾഫിലേക്ക് പോയ മകൻ, ഭർത്താവ്, വാപ്പ നാട്ടിൽ പണിയെടുത്താൽ ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടുമെങ്കിൽ ഭാര്യയുടെ അരികിൽ, വാപ്പയുടെ അരികിൽ, മക്കളുടെ അരികിൽ ഒരു മാസം 30,000 രൂപ വരുമാനമുണ്ടാകും. ആ മനുഷ്യൻ തന്നെയാണ് ഗൾഫിൽ പോയിട്ട് 25,000-നും 22,000-നും 20,000-നും 18,000-നും പണിയെടുക്കുന്നത്. ആ മനുഷ്യനെ നോക്കിയിട്ടാണ്, അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ മൂല്യം കണക്കാക്കിയിട്ടാണ്, രക്തത്തിന്റെ മൂല്യം കണക്കാക്കിയിട്ടാണ് ഗൾഫുകാരനാണ് എന്ന അഭിമാനത്തിൽ നമ്മുടെ മാമൂലുകളിലും ജീവിത ശൈലികളിലും മാറ്റമുണ്ടാക്കുന്നത്. നാം ആലോചിക്കണം, എവിടെയോ നമുക്ക് ചിന്താപരമായ ഒരു പ്രശ്നമുണ്ട്. എവിടെയോ നമുക്ക് ചിന്താപരമായ ഒരു കുഴപ്പമുണ്ട്. ഗൾഫ് എന്നത് സൗന്ദര്യമുള്ള വാക്കാണ്. ഗൾഫ് എന്നത് ചന്തമുള്ള വാക്കാണ്. ഗൾഫിലാണെന്ന് പറയുമ്പോ നമ്മുടെ വാക്കിന് ഒരു പ്രൗഢി തന്നെ വേറെയാണ്. അങ്ങനെ ഗൾഫ് എന്ന പേരിൽ ഗൾഫിൽ കിടക്കുന്ന പാവപ്പെട്ട നമ്മുടെ മക്കളെയും ഭർത്താക്കന്മാരെയും ബാപ്പമാരെയും ദുരുപയോഗം ചെയ്യുന്ന, പ്രയാസപ്പെടുത്തുന്ന മാമൂലുകളുടെ ചട്ടക്കൂടുകളിൽ, മാമൂലുകളുടെ കയറുകളിൽ കുടുക്കിയിട്ട് പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയുന്ന ഭീമാൽക്കാരമായ മാനുഷിക പീഡനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും അവരെ രക്ഷിക്കാൻ ആവശ്യമായ ചിന്തകളിൽ നിരതമായി, പ്രവർത്തനങ്ങളിൽ നിരതമായി, ജീവിത ചിട്ടകളിലേക്ക് നാം മടങ്ങിയെത്തുകയും മനോഹരമായ ഒരു ജീവിതം അവർക്കും നമുക്കും വേണ്ടി നാം വിധാനം ചെയ്തെടുക്കുകയും അവരുടെ പ്രവാസ ജീവിതം മനോഹരമായ, ലാഭകരമായ ഒരു ജീവിതമാക്കി മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടി നാം നിലകൊള്ളേണ്ടതുണ്ട്. അതാണ് നാം ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്.
കരുതലുകൾ ആവശ്യമാണ്. അവർക്കെന്ത് വരുമാനമുണ്ടെങ്കിലും ആ വരുമാനത്തിൽ നിന്ന് ഒരു മൂല്യം കരുതി വെക്കേണ്ടതുണ്ട്. 20,000 കിട്ടിയാൽ 30,000 രൂപ ചെലവഴിക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മാസം 20,000 രൂപ വിദേശത്തു നിന്ന് നമുക്ക് അയച്ചു തന്നാൽ ആ 20,000 അയച്ചു തരുന്ന മാസം നാം 25,000 രൂപ ചെലവാക്കും. അതുവരെയും നമ്മുടെ ഗൾഫിൽ പോകുന്നത് വരെയുമുള്ള മാസ ചിലവ് 10,000 ആണെങ്കിൽ 12,000 ആണെങ്കിൽ ഗൾഫിലേക്ക് വിമാനം കയറിയ ആ മാസം മുതൽക്ക് നമ്മുടെ കുടുംബ ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയാണ്. ഭർത്താവ് നാട്ടിലുണ്ടാകുന്ന കാലത്ത്, മകൻ നാട്ടിലുണ്ടാകുന്ന കാലത്ത്, വാപ്പ നാട്ടിലുണ്ടാകുന്ന കാലത്ത് ഒരു മാസത്തെ ചെലവ് 12,000 13,000 ആണ്. അത് ആ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരിക്കെ ആണ്. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ, വാപ്പ നാട്ടിലുണ്ടായിരിക്കെ, മകൻ നാട്ടിലുണ്ടായിരിക്കെ ഒരു മാസത്തെ ചിലവ് 12,000 13,000 ആണ്. എന്നാൽ ആ മനുഷ്യൻ ഇവിടെ ഇല്ല. പക്ഷേ വിമാനം കയറിയ ആ മാസം മുതൽക്ക് ചെലവ് 20,000 വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന്റെ ചെലവ് കുറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇല്ലാതായാൽ ആ മനുഷ്യന്റെ ചെലവ് കുറയുകയല്ലേ ചെയ്യേണ്ടത്? എന്നാൽ ആ മനുഷ്യൻ ഇല്ലാതായിട്ടും ആ മനുഷ്യൻ ഇല്ലാത്ത അവസ്ഥയിൽ ഗൾഫിലാണ് എന്ന ഒറ്റ കൺസെപ്റ്റിൽ എങ്ങനെയാണ് ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് ചെലവ് കൂടുന്നത്? ഒരാളുടെ ചെലവ് കുറയുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ നമ്മുടെ ചെലവ് വർദ്ധിക്കുന്നു. ഗൾഫിൽ പോയ ആ മാസം കിട്ടിയ ശമ്പളം 20,000 വീട്ടിലേക്ക് എത്തിച്ചു തന്നാൽ ആദ്യ മാസം ആ 20,000 എത്തിയാൽ ആ മാസത്തെ ചെലവ് 25,000 ആയിരിക്കും. ഈ 25,000 രൂപ 20,000 രൂപ ഗൾഫിൽ നിന്ന് വരികയും 25,000 രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ട് നാം ആ മനുഷ്യനോട് പറയുന്നത് 5,000 രൂപ കടം ആയിട്ടുണ്ട് എന്നാണ്. 5,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. 12,000 ചെലവിന് പകരം ഒരു ആള് കുറയുകയും എന്നിട്ട് ചെലവ് 20,000 അയച്ചു കൊടുത്തതിൽ നിന്ന് 25,000 ചെലവഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് 5,000 രൂപ കടമാണെന്ന് പറയുന്നു. പിറ്റത്തെ മാസം ആ മനുഷ്യൻ 20,000 അയച്ചു കൊടുത്തിരുന്ന മനുഷ്യൻ 25,000 രൂപ 5,000 രൂപ കടം വീട്ടുന്നതിന് വേണ്ടി കൂടി അയച്ചു കൊടുക്കുന്നു. ആ മാസം 25,000 നിന്ന് ചിലവ് 30,000 35,000 ആയി വർദ്ധിക്കുന്നു. എന്നിട്ട് പിറ്റത്തെ മാസം 25,000 രൂപ വന്നെടുത്ത് 35,000 രൂപ ചിലവഴിക്കുന്നു. എന്നിട്ട് പിറ്റത്തെ മാസം പറയുന്നത് ആ 5,000 രൂപ കൊടുത്തു. ഇപ്പോൾ ഈ മാസം 35,000 ചെലവായിരിക്കുന്നു. ആയതുകൊണ്ട് കടമാണ്, നിങ്ങൾ ആ കടം വീട്ടാനുള്ള 15,000 രൂപ കൂടെ കൂടുതൽ അയച്ചു തരേണ്ടതുണ്ട്. 12,000 രൂപ 13,000 രൂപ എങ്ങനെ 35,000 വർദ്ധിക്കുകയും എങ്ങനെ കടം കയറി വരുന്ന സാഹചര്യം വീട്ടിലുണ്ടാവുകയും ചെയ്തു? കുടുംബത്തിൽ അതെങ്ങനെയുണ്ടായി? നാം ആലോചിക്കണം. എവിടെയാണ് നമ്മുടെ പ്രശ്നം? എങ്ങനെയാണ് പ്രവാസികൾ ശിക്ഷിക്കപ്പെടുന്നത്? എങ്ങനെയാണ് പ്രയാസം അനുഭവിക്കുന്നത്? എങ്ങനെയാണ് നാം അവരെ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയുന്നത്? വിമാനം കയറിയ ദിവസം മുതൽക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ രൂപം മാറുകയാണ്. നമ്മുടെ മാമൂലിന്റെ സ്വഭാവം മാറുകയാണ്. നമ്മുടെ നാട്ടുനടപ്പിന്റെയും കുടുംബ ജീവിതത്തിന്റെയും ശൈലി തന്നെ മാറുകയാണ്.
അങ്ങനെ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ സാമ്പത്തിക ദുരന്തത്തിലേക്ക് വലിച്ചെറിയുന്ന ജീവിത ശൈലി നാം ഒന്നും മാറ്റിവെക്കണം എന്നാണ് ഞാൻ പറയുന്നതിന്റെ ആകത്തുക അർത്ഥം.